ഞാൻ നിന്നെ സ്തുതിച്ചിടും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 43 സങ്കീർത്തനം 2 വാക്യം. നീ എൻ്റെ ശരണമായ ദൈവമല്ലോ, നീ എന്നെ തള്ളിക്കളച്ചിരിക്കുന്നത് എന്ത്? ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ത്? സങ്കീർത്തകൻ ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു, നീ എൻ്റെ ബലത്തിൻ്റെ ദൈവമാണ്. ദൈവം തൻ്റെ സങ്കേതവും കോട്ടയുമാണെന്ന് സങ്കീർത്തകൻ വിശ്വസിക്കുന്നു. എന്നിട്ടും അവൻ ദൈവത്തോട് നിലവിളിക്കുകയാണ്, നീ എന്നെ ഉപേക്ഷിച്ചത് എന്ത്? നമ്മുടെ ഹൃദയത്തിൻ്റെ മുഴുവൻ ഭാരവും തന്നിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്നു. താൻ ഉപേക്ഷിക്കപ്പെട്ടവനായി തോന്നുന്നത് ദൈവം തന്നെ ഉപേക്ഷിച്ചതുകൊണ്ടല്ല, മറിച്ച് സാഹചര്യങ്ങളുടെ തന്നെ കീഴടക്കിയത് കൊണ്ടാണെന്ന് ദാവീദ് വിശ്വസിക്കുന്നു. ശത്രുവിൻ്റെ അടിച്ചമർത്തൽ, കുറ്റപ്പെടുത്തൽ, ഭയം, തിരിച്ചടികൾ, പ്രതികൂലതകൾ എന്നിവയുടെ ശബ്ദങ്ങൾ ശക്തരായ വിശ്വാസികളെപ്പോലും ദൈവം തന്നെ മറന്നുപോയതായി തോന്നിക്കും. എന്നാൽ ഇവിടെ ദാവീദ് ദൈവത്തോട് സംസാരിക്കുന്നത് താൻ ദൈവത്തോട് അടുത്തിരിക്കുന്നു എന്ന് കാണിക്കുന്നു. നാം എത്രമാത്രം കഷ്ടപ്പെടുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയല്ല നമ്മുടെ ശക്തി അളക്കുന്നത്, പോരാട്ടത്തിൽ നാം എത്രമാത്രം അവനിൽ ആശ്രയിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. പ്രിയ സ്നേഹിതരെ, നമ്മുടെ സ്വന്തം വേദനകളുമായി മല്ലിടുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെ മുറുകെ പിടിക്കുന്നതാണ് വിശ്വാസം. ഉപേക്ഷിക്കപ്പെടുന്നവനായി നമുക്ക് തോന്നുമ്പോഴും ദൈവം ഇപ്പോഴും നമ്മുടെ ശക്തിയും ബലവുമാണ്. അവൻ നമ്മുടെ അഭയസ്ഥാനവും സംരക്ഷകനുമാണ്. ആ ദൈവത്തിൽ പൂർണ്ണമായി നമുക്ക് ആശ്രയിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഞാൻ ഇനിയും അവനെ സ്തുതിക്കുന്നു എന്ന് ദാവീദിനോട് ചേർന്ന് പറയുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.